ഈ ദുരന്തത്തിൽപ്പെട്ടവരിൽ ഇനി കണ്ടെത്താനുള്ളത് 206 പേരെ എന്ന അനൗദ്യോഗിക കണക്കും നമുക്ക് മുന്നിലുണ്ട്. ഉരുൾപൊട്ടൽ ബാധിച്ച പ്രദേശം 6 മേഖലകളാക്കി തിരിച്ച് ഇന്ന് തെരച്ചിൽ നടത്തും. റഡാർ ഉൾപ്പെടെ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ എത്തിക്കും. ഇടവിട്ടുള്ള കനത്ത മഴ ദൗത്യത്തിന് ഇന്നലെയും തടസ്സമുണ്ടാക്കിയിരുന്നു. അത് ഇന്നും ഉണ്ടാകുമോ എന്ന ആശങ്ക നമുക്ക് മുന്നിലുണ്ട്. എന്തായാലും എന്താണ് കഴിഞ്ഞ ദിവസത്തെ പ്രധാന സംഭവങ്ങൾ, അത് നമുക്കൊന്നുകൂടി കാണാം. ഇന്നലെ രാവിലെ 6 മണിക്ക് ദൗത്യം തുടങ്ങി. നിർമ്മാണത്തിലിരുന്ന ബെയിലി പാലത്തിന് സമാന്തരമായി പണിത നടപ്പാലത്തിലൂടെ രക്ഷാപ്രവർത്തകർ അക്കരയ്ക്ക്. സാഹസികമായി പുഴ മുറിച്ച് കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളും ദുരന്തഭൂമിയിൽ എത്തിച്ചു. സൈന്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പുഞ്ചിരിമട്ടത്ത്. ഉരുൾപൊട്ടലുണ്ടായ വെള്ളോലി മലയ്ക്ക് തൊട്ടു താഴെ 50ഓളം കുടുംബങ്ങളുണ്ടായിരുന്ന പുഞ്ചിരിമട്ടം ഇന്ന് ഛിന്ന ഭിന്നമാണ്. പരിശീലനം ലഭിച്ച നായ്ക്കൾ മണ്ണിനടിയിൽ മനുഷ്യ സാന്നിധ്യത്തിനായി മണം പിടിച്ചു. ഉച്ചവരെ തെരഞ്ഞെങ്കിലും കാണാതായ ആരെക്കുറിച്ചും സൂചന ലഭിച്ചില്ല. എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ ഫയർഫോഴ്സ് സംഘമെത്തി. മുണ്ടക്കൈയിലും ചൂരൽമലയിലും തെർമൽ സ്കാനർ ഉൾപ്പെടെ സാങ്കേതിക സഹായത്തോടെ തെരച്ചിൽ. ഇതിനിടെ കിലോമീറ്ററുകൾ അകലെ ചാലിയാറിന്റെ തീരത്ത് പിന്നെയും മൃതദേഹങ്ങൾ അടിഞ്ഞു. ഉച്ച കഴിഞ്ഞ് കനത്ത മഴ. ചെറിയൊരു ഇടവേള നൽകിയെങ്കിലും പിന്നെയും ആഞ്ഞു പെയ്ത മഴ വീണ്ടെടുക്കൽ ദൗത്യത്തിന് തടസ്സമായി. മുൻ ദിവസങ്ങളെക്കാൾ നേരത്തെ രക്ഷാപ്രവർത്തകർക്ക് തെരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. പക്ഷേ ബെയിലി പാലത്തിന്റെ നിർമ്മാണം കനത്ത മഴയിലും തുടർന്നു. 1.5 ദിവസം കൊണ്ട് ചൂരൽമലയെയും മുണ്ടക്കയെയും സൈന്യം വീണ്ടും ബന്ധിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ ഇന്നലെ ദുരന്തബാധിത മേഖല സന്ദർശിച്ചു. റഡാർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ എത്തിച്ച് തെരച്ചിൽ തുടരാനാണ് തീരുമാനം. പ്രദേശത്തെ 6 മേഖലകളാക്കി തിരിച്ചായിരിക്കും ഇന്നത്തെ തെരച്ചിൽ. പുഞ്ചിരിമട്ടത്തെ പ്രത്യേക ദൗത്യമേഖലയായി കണക്കാക്കും. കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചാൽ മാത്രമേ ഇവിടെ ആഴത്തിലുള്ള പരിശോധന സാധ്യമാകൂ. മുണ്ടക്കൈ, ചൂരൽമല, നിലമ്പൂർ എന്നിവിടങ്ങളിലായി 15ഓളം മൃതദേഹങ്ങളാണ് ഇന്നലെ കണ്ടെടുത്തത്. ന്യൂസ് ഡെസ്ക് 24.